Hello students, welcome to the fifth session of the fifth module. So far we have been studying about vibration, SHM എന്താണ്, periodic motion SHM തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ. വൈബ്രേറ്ററി മോഷൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, പോസ്റ്റ്, ഫ്രീ, നേംഡ് എന്നൊക്കെ പഠിച്ചു അല്ലേ. അതിൽ തന്നെ ലോഞ്ചിറ്റ്യൂഡിൻ്റെ, ട്രാൻസ്വേഴ്സിൻ്റെ, ടോർഷണൽ വൈബ്രേഷൻ, all these things we have learned. Now we will go to the derivation of expression for the velocity and acceleration in case of a simple harmonic motion. So simple harmonic motion derivation. So a particle is moving around the circumference of a circle of radius r with anti-clockwise. Okay. A particle is moving around the circumference of a circle with the radius r in anti-clockwise direction. ഈ ആൻറ്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. With a constant angular velocity omega. Omega എന്നുള്ള constant angular velocity omega. അപ്പോൾ നമുക്കറിയാം, let p be the position of the particle at any instant. ഒരു p എന്നുള്ളൊരു പൊസിഷനിലുണ്ട്. And d be the projection of p on the diameter x. ഈ x dash എന്നുള്ള ഡയമീറ്ററിൻ്റെ മുകളിലുള്ള പ്രൊജക്ഷൻ, പിയുടെ പ്രൊജക്ഷനാണ് ഡി. എന്താണ് പിയുടെ പ്രൊജക്ഷൻ? പി ഈസ് പ്രൊജക്റ്റഡ് ടു എക്സ് ഡാഷ്, ദാറ്റ് പോയിന്റ് ഇസ് ഡി. അത് പിയുടെ പ്രൊജക്ഷൻ പോയിന്റ് ആണ് ഡി. when the point p moves along the circumference of the circle from x to y, അതായത് എക്സ് എന്ന് വൈയിലേക്ക് പി മൂവ് ചെയ്യുമ്പോൾ ഡി എവിടെ നിന്ന് എവിടത്തേക്ക് മൂവ് ചെയ്യും? ഡി എക്സ് എന്ന് ഓയിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അതായത് പി ഇവിടെ ആയിരുന്നപ്പോൾ ഡിയും ഇവിടെ തന്നെയായിരുന്നു. പി ഇവിടെ ആയിരുന്നപ്പോൾ ഡി ഇവിടെ എത്തി. പി ഇവിടെ ആയിരുന്നപ്പോൾ ഡി ഇവിടെ എത്തി. പി ഇവിടെ എത്തുമ്പോൾ ഡി ഇവിടെ എത്തി. അപ്പോൾ പി എക്സ് എന്ന് വൈയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡി എവിടെ നിന്ന് എക്സ് നിന്ന് ഓയിലേക്ക് മൂവ് ചെയ്തു. പി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡി ഇങ്ങനെ മൂവ് ചെയ്തു അല്ലേ. പി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡി ഇങ്ങനെ മൂവ് ചെയ്തു. റൈറ്റ്. അതാണ് ഇവിടെ പറഞ്ഞത്. when the point p moves along the circumference of the circle from x to y, d moves from x to o. So when p moves from y to x dash, y നിന്ന് x ഡാഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ d moves from o to x dash, o നിന്ന് x ഡാഷിലേക്ക്. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ o നിന്ന് x ഡാഷിലേക്ക് പോകും. Finally when the p moves from y dash to x dash to y, x dash നിന്ന് y ഡാഷിലേക്ക് പോകുമ്പോൾ ഡി ഇവിടുന്ന് തിരിച്ച് ഓയിലേക്ക് എത്തും അല്ലേ. അതേപോലെ പി വൈ ഡാഷിൽ നിന്ന് എക്സിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഇതിങ്ങോട്ട് പോകും. അപ്പോൾ എക്സ് മൂവ് ചെയ്യുന്ന ഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ 3 പോയിന്റ് ഉണ്ട്. ഡി ആദ്യം ഇവിടെയായിരുന്നു, പിന്നെ ഇവിടത്തേക്ക് എത്തി, പിന്നെ ഇവിടത്തേക്ക് എത്തി, പിന്നെ തിരിച്ചിവിടത്തേക്ക് എത്തി, തിരിച്ചിവിടത്തേക്ക് എത്തി അല്ലേ. സോ ഹെൻസ് വെൻ ദ പി കംപ്ലീറ്റ്സ് 1 റെവല്യൂഷൻ, പോയിന്റ് ഡി കംപ്ലീറ്റ്സ് 1 വൈബ്രേഷൻ അബൌട്ട് ദ പോയിന്റ് ഓ. ഓനെ ബേസ് ചെയ്തിട്ട് അല്ലേ, ഓനെ ബേസ് ചെയ്തിട്ട് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓന്നില്ല പോയിന്റ് സെൻറ്റർ, ഇത് എക്സ്, ഇത് എന്തായിരുന്നു എക്സ് ഡാഷ്. അപ്പോൾ ഡി ആദ്യം ഇനീഷ്യലി എക്സ് ആയിരുന്നു, പിന്നെ ഓയിലേക്ക് എത്തി, ഓന്ന് എക്സ് ഡാഷിലേക്ക് എത്തി, പിന്നെ എക്സ് ഡാഷ് നിന്ന് ഓയിലേക്ക് എത്തി, ഓന്ന് എക്സിലേക്ക് എത്തി. അപ്പോൾ ബേസ്ഡ് ഓൺ ഓ ഡി കംപ്ലീറ്റഡ് എ വൈബ്രേഷൻ. സോ ദിസ് ടു ആൻഡ് ഫ്രോ മോഷൻ ഈസ് നോൺ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ഡിയുടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ പി ഒരു റെവല്യൂഷൻ കഴിയുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഡി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ ഫിഗർ നോക്കാം. ഈ ഒരു ഓക്കെ, ഇത് നോക്കാം. വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ പി ഈക്വൽ ടു പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആഫ്റ്റർ ടി സെക്കൻഡ്സ്. ഇവിടെ നോക്കുക, പി എന്നുള്ള പൊസിഷൻ എന്താണ്? പി എന്നുള്ള പൊസിഷനാണ്
പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ ടി സെക്കൻഡ്. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ ടി സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് ഇത് പി. തീറ്റ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ടേൺ ബൈ ദ പാർട്ടിക്കിൾ ടി സെക്കൻഡ്സ്. ഈ തീറ്റ എന്നുള്ള ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എന്ന് പാർട്ടിക്കിൾ പിയിലെത്തുമ്പോൾ എത്ര ആംഗിൾ ടേൺ ചെയ്തു, അതാണ് തീറ്റ. അതാണ് തീറ്റ. ഈ റേഡിയസ് ആറാണ്. അപ്പോൾ ആംഗിൾ ടേൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ടി സെക്കൻഡ്സ് തീറ്റ ആണെങ്കിൽ തീറ്റ ഈസ് നത്തിങ് ബട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ഒമേഗയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ ഇൻറ്റു ടി, ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ തീറ്റ വെച്ചാൽ എന്താണ്? തീറ്റ വെച്ചാൽ ഒമേഗ ടി ആണ്. ഒമേഗ ടി അതാണ് ഇവിടെ എഴുതിയത്. തീറ്റ എന്ന് വെച്ചാൽ ഒമേഗ ടി. അപ്പോൾ ഈ ഫിഗർ ഒന്ന് റെഫർ ചെയ്യുമ്പോൾ സിൻസ് ഡി ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് പി ഓൺ ദ ഡയമീറ്റർ എക്സ് എക്സ് ഡാഷ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡി ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ഒ ഈസ് എക്സ് ആർ കോസ് തീറ്റ അല്ലേ? ഓനെ ബേസ് ചെയ്തിട്ട് ഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഓനെ ബേസ് ചെയ്ത് ഇത് ആറാണെങ്കിൽ ഇത് ആറല്ലേ? ഇത് 6, റേഡിയസ് 6. ഇത് 6, ഇത് തീറ്റ. അപ്പോൾ ഒ ഡി എന്തായിരിക്കും? ഒ ഡി ഈസ് ഈക്വൽ ടു ഒ പി കോസ് തീറ്റ ആയിരിക്കും. ഒ പി കോസ് തീറ്റ. ഒ ഡി എന്ന് പറയുന്നത് ഡിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒ പി എന്ന് പറയുന്നത് 6ആണ്. ഒ പി എന്ന് വെച്ചാൽ 6 കോസ് തീറ്റ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡി എക്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എക്സ് ഈക്വൽ ആർ കോസ് തീറ്റ. അതിൽ കോസ് തീറ്റ വെച്ചാൽ എന്താണ്? ഒമേഗ ടി ആണ്. തീറ്റ എന്ന് വെച്ചാൽ ഒമേഗ ടി ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഡി എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ഡി എന്ന് വെച്ചാൽ ഡിയുടെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് ആർ കോസ് തീറ്റ. എന്ന് വെച്ചാൽ ആർ കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ആർ കോൺസ്റ്റൻ്റ് ആണ്. കോസ് ഒമേഗ ടീനെ റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒരു ഒമേഗ വരും. അപ്പോൾ മൈനസ് ഒമേഗ ആർ സൈൻ തീറ്റ അല്ലെങ്കിൽ മൈനസ് ഒമേഗ ആർ സൈൻ ഒമേഗ ടി എന്ന് പറയും. മൈനസ് ഒമേഗ. അപ്പോൾ ആർ സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ആർ സൈൻ തീറ്റ ഈ ഫിഗർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ആർ സൈൻ തീറ്റ ഇസ് നത്തിങ് ബട്ട് ആർ സൈൻ തീറ്റ എന്തായിരിക്കും? ഈ പി ഡി ആണ് അല്ലേ? പി ഡി ആണ് ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ പി ഡി ആണ്. അപ്പോൾ പി ഡി എന്ന് വെച്ചാൽ എന്താണ്? ഒ ഡി എക്സ് ആണ്, ഒ പി ആറാണ്. അപ്പോൾ ഹൈപ്പോട്ടസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും ഈ പി ഡി. ഹൈപ്പോട്ടസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആർ സൈൻ തീറ്റ ഇസ് നത്തിങ് ബട്ട് റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് ഇവിടെ വെക്കുക. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ വി ഡി എന്ന് വെച്ചാൽ മൈനസ് ഒമേഗ ആർ സൈൻ തീറ്റ ആണെന്ന് അറിയാം. മൈനസ് ഒമേഗ ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് പറയാം. So velocity is maximum when x equal to 0.
അല്ലേ? വെലോസിറ്റി ഈസ് മാക്സിമം വെൻ എക്സ് ഈക്വൽ ടു 0. എന്തുകൊണ്ട്? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ മൈനസ് ഒമേഗ റൂട്ട് ആർ സ്ക്വയർ അല്ല മൈനസ് ഒമേഗ ആർ. എക്സ് 0 ആകുമ്പോൾ മൈനസ് ഒമേഗ ആർ ആവും അല്ലേ? എന്തുകൊണ്ടാണ്? വി മാക്സ് മൈനസ് ഒമേഗ ആർ ആവും. കാരണം എക്സ് 0 ആകുമ്പോൾ അവിടെ തീറ്റ 90 ഡിഗ്രിയാണ്. എക്സ് 0 വെച്ചാൽ എന്താണ്? എക്സ് 0 വെച്ചാൽ ഡി ഓന്നുള്ള പൊസിഷനിലെത്തി. പൊസിഷനിലെത്തുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആയി. ഇപ്പോൾ കോസ് 90 വെച്ചാൽ എന്താണ്? കോസ് 90 0 ആണ്. കോസ് തീറ്റ 0, സൈൻ കോസ് തീറ്റ 0, സൈൻ 90 വെച്ചാൽ 1. സൈൻ 90 വെച്ചാൽ 1 സൈൻ തീറ്റ 1 ആയിപ്പോയി. ബാക്കി എന്താ? മൈനസ് ഒമേഗ ആറേ ഉള്ളൂ. മൈനസ് ഒമേഗ ആറാണ് മാക്സിമം വെലോസിറ്റി. So we also know that the acceleration of v is a centripetal acceleration whose magnitude is omega square r. അങ്ങനെയാണ് ഡി എക്സ് ബൈ ഡി ടിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലേഷൻ കിട്ടും. അപ്പോൾ മൈനസ് ഒമേഗ ആർ സൈൻ തീറ്റേനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈൻ തീറ്റ കോസ് തീറ്റ ആവും. കോസ് തീറ്റ വെച്ചാൽ കോസ് ഒമേഗ ടി ആണ്. കോസ് ഒമേഗ ടീനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ ടി ആവും. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഒമേഗ ടി അല്ലെങ്കിൽ മൈനസ് ഡി എക്സ് ബൈ ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? നമുക്ക് ഒമേഗ കോസ് ഒമേഗ ടി അല്ലേ? മൈനസ് ഒമേഗ കോസ് ഒമേഗ ടി ആയിരുന്നില്ലേ? സോറി, മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. സൈൻ ഒമേഗ ടി. അപ്പോൾ മൈനസ് വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി. ഇപ്പോൾ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി വെച്ചാൽ ഒമേഗ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഒമേഗ കോസ് ഒമേഗ ടി ആവും. അപ്പോൾ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ആവും അല്ലേ? എന്തുണ്ട്? ഒരു ആറും കൂടി ഉണ്ട്. സോറി, ഒരു ആറുണ്ട് അല്ലേ? ആക്ച്വലി ഒരു ആറും കൂടി ഉണ്ട്. ആറും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് ഒമേഗ ടി വരും. ഒമേഗ ടിക്ക് വരെ നമുക്ക് വീണ്ടും ഒന്നിടാം തീറ്റ എന്നുണ്ട്. മൈനസ് ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്നിടാം. കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ തീറ്റ 0 ആകുമ്പോൾ കോസ് തീറ്റ 1 ആവും. എവിടെയാണ്? അങ്ങനെയാണിത് എന്ത് വന്നത്? അങ്ങനെ ഈ ആർ കോസ് തീറ്റ എന്നുള്ളൊരു ടേം വന്നു അല്ലേ? മൈനസ് ഒമേഗ ആർ കോസ് തീറ്റ. അപ്പോൾ ഈ ആർ കോസ് തീറ്റ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പോൾ ഇതെന്താണ്? എക്സ് എന്നിടാം. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നിടാം. സിൻസ് എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. Since x is equal to r cos theta. So the acceleration is maximum when x equal to r. x equal to r ആകുമ്പോൾ, അതായത് കോസ് തീറ്റയുടെ വാല്യൂ 1 ആകുമ്പോൾ മാക്സിമം ആക്സലേഷൻ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആർ ആവുന്നത് എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു ആർ ആവുന്നത് ഇവിടെ എക്സ് എന്നുള്ള പൊസിഷനിലും എക്സ് ഡാഷ് എന്നുള്ള പൊസിഷനിലും പി എക്സിലും എക്സ് ഡാഷിലും ഉണ്ടാകുമ്പോഴാണ് മാക്സിമം. പി വൈയിലും വൈ ഡാഷിലും ഉണ്ടാകുമ്പോഴെന്താണ്? തീറ്റ 90. അപ്പോൾ കോസ് തീറ്റ 0. അപ്പോൾ ആക്സലേഷൻ 0. തീറ്റ ഈസ് മാക്സിമം തീറ്റ ഈസ് when p is at x or x dash, തീറ്റ 0 or 180. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് മാക്സിമം ആക്സലേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ ആർ എന്നുള്ള വാല്യൂ വരാം. സോ അത് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ഈ ഫിഗർ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സിൻ്റെ ഈ ഫിഗർ ഇതാണ് എക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. സോ
here you can see that x is a function of r cos, x is nothing but r cos theta അല്ലേ. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. ആർ കോസ് തീറ്റ എന്ന് വെച്ചാൽ ഒരു കോസിൻ്റെ ഗ്രാഫായിരിക്കും. സോ കോസിൻ്റെ ഗ്രാഫ് അപ്പോൾ കോസ് 0 എന്ന് വെച്ചാൽ ഓക്കെ ആക്ച്വലി ഇത് ശരിക്കും സൈനിൻ്റെ ഗ്രാഫാണ്. ഇതൊരു മിസ്റ്റേക്കാണ് തോന്നുന്നു. ആക്ച്വലി കോസിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. കോസ് തീറ്റയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ ആ ഒരു കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ഗ്രാഫ് ഫോളോ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഷുഡ് ഫോളോ സം കോസ് ഓർ സൈൻ ഗ്രാഫ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഫോളോസ് ദറ്റ് സൈൻ വേവ് ഓർ കോസ് വേവ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ഫൈനൽ ഇക്വേഷനിൽ നോക്കുക. ഫൈനൽ ഇക്വേഷനിൽ നമുക്കറിയാം -ω² എന്നാണ് വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ -ω² ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ -ω² ആണ് വെൻ x = r. So when x = 0, x 0 ആകുമ്പോൾ ആക്സലറേഷൻ is 0. That means d passes through O. അതായത് x 0 ആവുന്നത് d ഓയിലെത്തുമ്പോഴാണ്. when d passes through O, ആക്സലറേഷൻ 0 ആണ്. സോ ഇൻ അതർ വേർഡ്സ് ആക്സലറേഷൻ 0 അറ്റ് മീൻ പൊസിഷൻ. ഇതാണ് മീൻ പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ് ഡിയുടെ എക്സ്ട്രീം പൊസിഷൻ, ഇത് രണ്ടും. മീൻ പൊസിഷൻ ഇതാണ്. അപ്പോൾ മീൻ പൊസിഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. ആക്സലറേഷൻ ഓഫ് ഡി ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. കണ്ട, എക്സ് എന്ന് പറയുന്നത് മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? മീൻ പൊസിഷൻ മീൻസ് ഓ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. സോ ആക്സലറേഷൻ ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. അല്ലേ? The acceleration of d is proportional to its displacement from the mean position O. It is always directed towards the center. എപ്പോഴും ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ. സോ ദ മോഷൻ ഇസ് കോൾഡ് മോഷൻ ഓഫ് ഡി ഇസ് നോൺ ആസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുന്നത്. കാരണം ഇതിൻ്റെ നെഗറ്റീവ് സൈൻ കണ്ടോ? നെഗറ്റീവ് സൈൻ, ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ വിച്ച് എക്സ് ഇൻക്രീസസ്. ഇപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? ആക്സലറേഷൻ ഉണ്ടാവും. ഇതാണ് the acceleration of the point d is proportional to its displacement from its mean position. അതായത് എക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ഓൾവേസ് ഡയറക്റ്റഡ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് എക്സ്. കാരണം ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് എക്സ്. സപ്പോസ് ഇവിടെയാണുള്ളതെങ്കിൽ, സപ്പോസ് ഇവിടെയാണ് എക്സ് എങ്കിൽ, ഈ പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇങ്ങോട്ടായിരിക്കും, ആക്സലറേഷൻ അങ്ങോട്ടേക്ക് നേരെ ഓപ്പോസിറ്റ് ടുവേർഡ്സ് O ആയിരിക്കും. എക്സ് ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും, ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്ക്, ആക്സലറേഷൻ നേരെ ഓപ്പോസിറ്റ് ടുവേർഡ്സ് O ആയിരിക്കും. അപ്പോൾ എപ്പോഴും -ω² x ആയതുകൊണ്ട് acceleration direction it will always be opposite to the direction of displacement. That means it will be always towards center. അതായത് centripetal acceleration. Acceleration is always towards the center. Acceleration always towards center. Acceleration towards സെൻറ്റർ. അതുകൊണ്ട് ഇതിന് സെൻട്രിപെറ്റൽ എന്നുള്ളത്. ഓക്കെ. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ ജനറൽ, എ ബോഡി വൈബ്രേറ്റ്സ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ടു കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? വൈബ്രേറ്റിംഗ് ബോഡീസ് ആക്സലറേഷൻ ഇസ് ഓൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് സെൻട്രൽ ഓർ മീൻ പൊസിഷൻ. അതായത് എ എന്ന് പറയുന്നത് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു എക്സ്, towards x ആയിരിക്കണം, എക്സിന് പ്രൊപ്പോർഷൻ ആയിരിക്കും, ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഷുഡ് ഓൾവേസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓർ മീൻ പൊസിഷൻ.
Okay. Now from equation 3 means this equation. Sure. This equation. D square x equal to d square x by dt square is equal to omega square x അല്ലേ omega square x എന്നുള്ളൊരു ഇക്വേഷൻ. d square x by dt square d square x by dt square is equal to minus omega square x. അപ്പോൾ അതിനെ ഞാൻ ഈ മൈനസ് ഒമേഗ സ്ക്വയറിന് സെയിം സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് എന്ത് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇത് നിങ്ങൾ മാത്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന സെക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിൽ എക്സ് എന്ന് വെച്ചാൽ എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി, വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് വിച്ച് ഷുഡ് ബി ഡിറ്റർമിൻഡ് ബൈ ഇനീഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ മോഷൻ. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, എക്സിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. അതായത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് കോസ് വേവ് ആൻഡ് സൈൻ വേവ്. അതൊരു കോസ് വേവ് ഓർ സൈൻ വേവ് എന്നുള്ളൊരു കണ്ടീഷൻ, അതായത് എയും ബിയും കണ്ടുപിടിച്ചാലേ ഇത് കോസ് വേവ് ആണോ സൈൻ വേവ് ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് എ ആൻഡ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ മോഷൻ. Now the terms used in SHM. എന്താണ് ടേംസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, ഇറ്റ് ഈസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഒ എക്സ് ഡാഷ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഏതായിരിക്കും ഒ എക്സ് അല്ലെങ്കിൽ ഒ എക്സ് ഡാഷ്, രണ്ടും സെയിം ആയിരിക്കും. ഒ എക്സ് അല്ലെങ്കിൽ ഒ എക്സ് ഡാഷ് ആയിരിക്കും മാക്സിമം എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഒ എക്സ് ഓർ ഒ എക്സ് ഡാഷ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പാർട്ടിക്കിൾ പി. ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. വേണ്ട, അതൊരു സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. SHM ആ സർക്കിളിൻ്റെ എന്താണ് റേഡിയസിന് ഈക്വൽ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് SHM മോഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡിസ്റ്റൻസ് വെച്ചാൽ ഈ ഇതിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. പീരിയോഡിക് ടൈം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ടു എക്സ് ഡാഷ് 0 to, അതായത് പീരിയഡ് എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് എക്സ് എന്ന് ഓയിലേക്ക് എത്തി. എത്ര എക്സ് എന്ന് ഓയിലേക്ക് എത്തുമ്പോൾ തീറ്റ 90 ഡിഗ്രി. ഓന്ന് എക്സ് ഡാഷിലേക്ക് എത്തുമ്പോൾ തീറ്റ 180 ഡിഗ്രി. അപ്പോഴെന്തായി പ്രൊജക്ഷൻ എക്സ് എന്ന് പറയുന്നത് ഒരു മാക്സിമം എത്തിക്കഴിഞ്ഞു, പിന്നെ വീണ്ടും 0ലേക്ക് എത്തി അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സൈൻ വേവ്, നമുക്ക് കോസ് വേവ് അല്ലേ വേണ്ട. ആക്ച്വലി ഫിഗർ വേവ് ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോയി അല്ലാണ്ട് പൈല്, അതായത് അത് ഇനീഷ്യലി മാക്സിമം എക്സിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ എക്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരുന്നു, മാക്സിമം എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ 0-ലെത്തുമ്പോൾ π/2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ഇവിടെ എത്തുമ്പോൾ π കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്തി. പിന്നെ π/2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് π എത്തി. ഇവിടെ എത്തുമ്പോൾ എത്ര ഞങ്ങൾ ഇത് 0, ഇത് π/2, ഇത് 3π/2 എത്തുമ്പോൾ വീണ്ടും 0ലേക്ക് എത്തണം അല്ലേ. 3π/2 എത്തുമ്പോൾ
3π/2 എത്തുമ്പോൾ 0 വെച്ചാൽ ഇവിടെ 3π/2 വെച്ചാൽ 0 എത്തണം. ആൻഡ് 2πയിലെത്തുമ്പോൾ 2π ഇവിടെ മാക്സിമം. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, കോസ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചാൽ ആക്ച്വലി ഇത് കോസ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇവിടെ ഇവർ വരച്ചിട്ടുള്ള സൈൻ വേവാണ്, അത് മാറിപ്പോയതാണ്. ഓക്കെ, സോ അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ എന്താണ് പറഞ്ഞത്, പീരിയോഡിക് ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൺ 0 to 2π വരെ എത്താനുള്ള ടൈം, 0 to 2π വരെ എത്താനുള്ള ടൈം, 0 to 2π. അപ്പോൾ 0 to 2π എത്തുമ്പോഴാണ് ഒരു ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ എൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കിളിന് എടുക്കുന്ന ടൈം, സൈക്കിളിന് എടുക്കുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 2π ആണ്. റെവല്യൂഷൻ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ 360 ഡിഗ്രി എന്ന് വെച്ചാൽ 2π ആംഗിൾ. ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2π ആംഗിൾ ബൈ വെലോസിറ്റി. അപ്പോൾ ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ആംഗിൾ ബൈ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ അല്ലേ, θ/ω ആയിരിക്കും. ω/t അല്ലേ തീറ്റ എന്ന് വെച്ചാൽ ω/t അല്ലേ, തീറ്റ എന്ന് വെച്ചാൽ ω/t. അപ്പോൾ TP × ω ആയിരിക്കും തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ എത്രയാണ്, 2π. ഇവിടെ എത്ര, കാരണം 2π എന്നുള്ള ഒരു ആംഗിളാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2π എന്നുള്ള ആംഗിൾ തീറ്റ 2π ആകുമ്പോൾ 2π/ω ആണ് ടൈം പീരീഡ്. ന് TP എന്ന് വിളിക്കും. when theta is 2π, t will be TP, ടൈം പീരീഡ്. അപ്പോൾ θ/ω ആണ് T, അപ്പോൾ 2π/ω ആണ് TP. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി ഓക്കെ. അതിന് മുന്നേ ആക്സലറേഷൻ എന്താണ്, ആക്സലറേഷൻ ω²x എന്ന് പറഞ്ഞു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആക്ച്വലി -ω²x ആണ്. ω² എന്ന് വെച്ചാൽ എന്താ, a/x ആണ്, a/x. അപ്പോൾ ω എന്ന് വെച്ചാൽ എന്താ, √a/x. അപ്പോൾ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2π/ω ആണ്. 2π/ω എന്ന് വെച്ചാൽ 2π/√a/x. അപ്പോൾ 2π × √x/a എന്ന്. ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2π √ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സലറേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ 2π × √ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സലറേഷൻ എന്ന് എഴുതാം ഇൻ സെക്കൻഡ്സ്. സോ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്, കാരണം ആംപ്ലിറ്റ്യൂഡ് ഈക്വേഷന് വരുന്നില്ല. ആൻഡ് തേർഡ് വൺ, ഫ്രീക്വൻസി. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആൻഡ് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദ ടൈം പീരീഡ്. നേരത്തെ പറഞ്ഞ പോലെ 1/TP ആണ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. 1/TP ആണ്. 1/TP എന്ന് വെച്ചാൽ 2π × √x/a ആണ്. 2π × √x/a ആണ്. 2π × √x/a ആണ് ടൈം പീരീഡ്. അപ്പോൾ 1/2π × √a/x ആണ് എന്ത്, ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. ഹേർട്സ് എന്ന് വെച്ചാൽ 1 സൈക്കിൾ പെർ സെക്കൻഡ്. 1 ഹേർട്സ് ഈസ് 1 സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ഹേർട്സ് ആണ്. 1 ഹേർട്സ് എന്ന് വെച്ചാൽ 1 സൈക്കിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു സൈക്കിൾ ആണെങ്കിൽ അതിനെ 1 ഹേർട്സ് എന്ന് പറയും. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദിസ് സെഷൻ.